മന്ത്രിയുടേത് മഹാനടിമാർ തോൽക്കുന്ന അഭിനയമെന്നും CPIM-ന്റെ കപട നാടകമാണിതെന്നും പ്രതിപക്ഷവും ആണയിട്ട് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലാകട്ടെ പരിഹാസങ്ങൾ ഇങ്ങനെ കൊഴുക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ജനങ്ങളോട് ചോദിക്കുകയാണ്, വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിക്കപ്പെട്ടോ? അങ്ങനെയെങ്കിൽ ആ രാഷ്ട്രീയം ശരിയോ? അതല്ല മന്ത്രിയുടേത് വെറും നാടകമാണോ? ജനം പറയട്ടെ. മുബാറക്ക് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ജനങ്ങൾ പറയുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുവരാം. പൊതുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോന്നൊക്കെ പറയണതാ, അല്ലാതെ അതിലൊരു വസ്തുതയില്ലെന്നാണ് അഭിപ്രായം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അത് വെറും നാടകമാണ്, അഭിനയമാണ് എന്ന് പറയുന്നു ആൾക്കാരൊക്കെ. നമ്മുടെ നാട്ടിലെ ജനങ്ങളൊക്കെ പറയുന്നുണ്ട്. അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാതെ പക്ക നാടകമാണെന്ന്. മെഡിക്കൽ റിപ്പോർട്ട് ഓരല്ല ഭരിക്കുന്നത്, പിന്നെ ഓർക്ക് അനുകൂലമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഇത് കാണുന്ന ആൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ബുദ്ധി വിവേകമുള്ള ആൾക്കാരല്ലേ. പ്രതിഷേധിക്കുന്നത് നല്ലതാണ്. ഇതിൽ വീണ ജോർജിൻ്റെതല്ല നാടകം. ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രതിഷേധക്കാരായിട്ട് പ്രശ്നമുണ്ടായ മന്ത്രി മൂന്നാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നവരെ ഒരു കുഴപ്പമില്ല. അവിടുന്ന് സ്പീക്കർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നവരെ കുഴപ്പമില്ല. മുഖ്യമന്ത്രിയെ വിളിച്ചതിന് ശേഷമാണ് മന്ത്രിക്ക് ദേഹാസ്വാസവും മറ്റു പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ആരാണ് നാടകം? വീണ ജോർജിൻ്റെ അല്ല. ഇതിൻ്റെ തിരക്കഥ സംഭാഷണവും സംവിധാനവും മുഖ്യമന്ത്രിയാണ്. ശരിക്കും ഇതിൻ്റെ അവാർഡ്, നാടകത്തിൻ്റെ അവാർഡ് കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കാണ്. വീണ ജോർജിന് പരിക്ക് പറ്റിയിട്ടില്ല. ഇല്ല, പുള്ളിക്കാരത്തിൻ്റെ അടുത്തെത്തിയിട്ടില്ലല്ലോ. അതൊക്കെ വെറും ഒരു നാടകമാണ്. അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അവർ പ്രതിഷേധിച്ചിരിക്കുന്ന കരിങ്കൊടി പ്രയോഗമൊക്കെ നടത്തിയിരിക്കുകയാണ്. അതൊരു ആവശ്യമില്ല. അത് വളരെയധികം CPM-നെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. മെയ് മാസമല്ല ഇലക്ഷൻ വരുന്നതാണ്. അത് അതിനണക്കായിട്ടുള്ള പിടുത്താണ്, വേറൊന്നുമില്ല. ജയിക്കാൻ വേണ്ടിയുള്ളൊരു പുറട്ട നാടകമാണ്, വേറൊന്നുമില്ല. ഒന്നും ചെയ്തിട്ടില്ല. സംഭവം ഒരു പ്രതിഷേധം നടത്തിയെന്ന് മാത്രമേ